ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോളപ്പൊടി കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചോളപ്പൊടി നമ്മളൊരു പാത്രത്തിലോട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആ പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുമാവിൻ്റെ പൊടി ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഓവറായി പോകരുത്, അത് വളരെ ശ്രദ്ധിക്കണം. പുട്ടിൻ്റെ അതേ പരുവത്തിലാണ് ഈ പൊടി നമ്മൾ നനച്ചെടുക്കാൻ പോകുന്നത്. ഓവർ വെള്ളമായി പോയാൽ പിന്നെ നമ്മുടെ ഉപ്പുമാവിനത് കൊള്ളത്തില്ല. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ച് നമുക്കത് വളരെ സാവധാനം നനച്ചെടുക്കാം. ചോളപ്പൊടി വളരെ രുചികരമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അംഗൻവാടിയിൽ നിന്ന് കഴിച്ചുള്ള ഒരു അനുഭവം ആണുള്ളത്. ഇക്കാലത്തൊന്നും ഈ ചോളപ്പൊടി അങ്ങനെ കിട്ടാനില്ല. കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ച ശേഷം അത് നമുക്ക് നനച്ചെടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റിയായ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ. വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ്. ഈ ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവ് മാത്രമല്ല, വിവിധങ്ങളായ ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പുട്ടുണ്ടാക്കാം, മിച്ചർ ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടാക്കാം അതെല്ലാം മിക്കവാറും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ചോളപ്പൊടി. പൊടി നമ്മൾ നനച്ച് കഴിഞ്ഞു. പൊടി അടച്ചു വെച്ച ശേഷം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് നമുക്ക് തീ കത്തിക്കാം. നെയ്യിലാണ് നമ്മുടെ ഉപ്പുമാവ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉരുളി ചൂടായ ശേഷം ഒരു 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നെയ്യ് ചൂടായ ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഓവറായിട്ട് അത് മൂക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവരും ഇന്ന് തന്നെ ശ്രമിക്കണേ. വളരെ രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ്. അത് ഏതാണ്ടൊരു മൂത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു
4 തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിന് മൂപ്പ് ആകാൻ പാടുള്ളൂ. സവാള ഇഞ്ചിയൊക്കെ ഓവറായി പോകരുത്. അതിന് ശേഷം നമുക്ക് നനച്ച് വച്ചിരിക്കുന്ന ചോളപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ചോളപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ മയം കുറവുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ നമുക്ക് അത് തളിച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ഉപ്പുമാവ് പൊടി പോലിരിക്കണം. ചിലവർക്ക് ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ശകലം വെള്ളം കൂടെ കൂടുതലായിട്ട് ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. നമുക്കൊന്നത് അടച്ച് വയ്ക്കാം. ഒന്ന് വേവട്ടെ, ഒരു 10 മിനിറ്റ്. തീ അധികം പാടില്ല, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച ശേഷമേ അത് അടച്ചു വയ്ക്കാവൂ, അല്ലെങ്കിൽ അടി കരിയാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്. നമുക്കൊന്ന് അത് തത്തിപ്പൊത്തി വെച്ച് അടച്ച് വയ്ക്കാം. വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം, വെന്തോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ശകലം കൂടെ വേവാനുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. 1 കിലോ ചോളപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിയുമെങ്കിൽ ചോളപ്പൊടി കിട്ടുമെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറായി കഴിയാൻ പോവുകയാണ്. നമുക്ക് ഇളക്കി നോക്കാം. തീ നമ്മൾ കുറച്ചേ കത്തിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വേവാൻ സ്വല്പ താമസമുണ്ട്. ഓവർ തീ ആയിപ്പോയാൽ അടി കരിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വെന്തോ എന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇതാണ് നമ്മുടെ വെറൈറ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ്. വളരെ രുചികരമാണ്. ഫൈബർ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ ചോളപ്പൊടിയിൽ. കൂടാതെ വൈറ്റമിൻസും മിനറൽസും എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചോളത്തിൻ്റെ ഉപ്മാവാണ്. ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്മാവ് വളരെ ടേസ്റ്റും
ഫൈബേഴ്സും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റായിട്ടുള്ള ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്മാവാണ്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.